ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. പ്രൊഡക്റ്റ് കാറ്റലോഗ് സിംഗിൾ പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് പേജിൽ എന്തൊക്കെയുണ്ട്? ഈ ഷേപ്പ് ഒരു ഗ്രേഡിയൻറ്റിലാണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, പിന്നെ അതേ കളർ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, പക്ഷെ പുതുതായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. സൈസ് നമ്മൾ എടുത്തു വെച്ചൊരു സൈസ് ഉണ്ടായിരുന്നല്ലോ. സ്റ്റാൻഡേർഡ് കാറ്റലോഗിൻ്റെ സൈസ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് സൈസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് പേജ് എടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് 2 പേജ് ആഡ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. താഴെ ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എലമെൻറ്റ്സ് ബ്ലാക്ക്, ആ ബോക്സിൻ്റെ സൈസിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയിട്ട് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? കളർ പിക്കർ ഉപയോഗിച്ചിട്ട് ഈ കളറും ഈ കളറും നമുക്ക് എന്ത് ചെയ്യണം? പിക്ക് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു കളറും കൂടെ വേണം. ഒരു കളറും കൂടെ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കളർ പിക്കറിൻ്റെ ആവശ്യം താൽക്കാലികമായിട്ട് കഴിഞ്ഞു. അല്ല, കളർ പിക്കർ ഇനി ആവശ്യമുണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിന് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഗ്രേഡിയൻറ്റിൽ പോവുക. ഒന്നൊരു കുറച്ച് ഡാർക്ക് വൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ആ ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ കറക്റ്റ് ആക്കി വെക്കാം. ഗ്രേഡിയൻറ്റിൻ്റെ സെറ്റിങ്സ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സെറ്റിങ്സ് എന്തിന് കറക്റ്റാണ്? ഓക്കെ, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് വേണം? ഒരു ഫേർണിച്ചറിൻ്റെ അതിന് മുന്നേ നമുക്കിവിടെ എന്താണ്? ഇമേജ് ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫ്രെയിം വേണം. ഈ ഫ്രെയിം ഇമേജ് ഇടാൻ അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇമേജ് ഇടാം. അപ്പം എന്ത് ചെയ്യാം? ഫ്രെയിം ഒന്നും സെർച്ച് ചെയ്യാതെ തന്നെ ഇവിടെ പോയാൽ നമുക്ക് ഫ്രെയിം കിട്ടും. സർക്കിൾ എടുക്കുക. എന്നിട്ട് അതേ സാധനം കൺട്രോൾ D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കൺട്രോൾ D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇതാണ്ടോ? അപ്പം അതിൻ്റെ സെൻറ്ററിൽ മറ്റേ 0.514 എന്ന് വന്ന് കണ്ടോ? 2 സൈഡിൻ്റെയും, അതായത് അതിൻ്റെ 2 സൈഡും കറക്റ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രെയിം ഓക്കെ ആയി. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ സൈഡിൽ എന്തുണ്ട്? ആക്ച്വലി അത് ഇത്ര വലുപ്പമല്ല. അപ്പം അതിൻ്റെ വലുപ്പം കുറക്കണം എന്നുണ്ടെങ്കിൽ വലുപ്പം കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. കൺട്രോൾ D
ഓക്കെ, കറക്റ്റായി. ഇനി നമുക്ക് എന്ത് വേണം? ലൈന് വേണം. കളർ മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് ആക്കാം. ലൈന് കറക്റ്റാക്കി വെക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ലൈന് സെൻറ്ററിലാണ് വരേണ്ടത്. വേണ്ട, ഇപ്പം സെൻറ്ററായി. ഇതുകൊണ്ടാണ് ഗ്രിഡ് ബേസ്ഡ് എന്ന് പറഞ്ഞത്. ഇപ്പം എല്ലാവരും ഗ്രിഡ് ബേസ്ഡ് അല്ലേ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത് ഗ്രിഡ് ബേസ്ഡ് എന്ന് പറഞ്ഞത്. നമുക്ക് ക്യാൻവയിൽ ഗ്രിഡ് നമുക്കത് യൂസ്ഫുൾ ആണ്. ഗ്രിഡ് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, നിങ്ങൾ ഈ ചിത്രം വരക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗ്രിഡ് വരച്ചിട്ടാണ് നമ്മൾ വരക്കാൻ പഠിക്കുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ ഓക്കെ ആയി. ഇനി എന്താ വേണ്ടത്? ഇനി അതിൻ്റെ മേലെ കുറച്ച് ഡോട്ട് ഉണ്ട്. ഒറ്റ ഡോട്ട് സ്ക്വയറിലാണ് ആ ഡോട്ട് വന്നിട്ടുള്ളത്. വേണ്ട, സ്ക്വയറിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ മെയിൻ ഇമേജ് കൊടുക്കാൻ ഒരു ഫ്രെയിം വേണം. ഓക്കെ, ഞാനെല്ലാം ഫ്രെയിം ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ അറിയോ, ഇവിടെ ഇപ്പോൾ ഈ മെയിൻ ഇമേജ് നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സൈസിൽ ഇമേജ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ സൈസിന് മാറ്റം വരും. ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ആദ്യൊരു ഫോട്ടോ. ഇപ്പം ഞാൻ ഈ ഇമേജ് ഇവിടെ വെച്ചാൽ ഇതെന്താ, ഇത് ഈ സൈസിന് കറക്റ്റാണോ? ഇവിടെ ഇട്ട സൈസിന് ഈ ഇമേജ് കറക്റ്റാണോ? വേണ്ട, കാണുന്നില്ലല്ലേ. ഈ ഇമേജിൻ്റെ സൈസിന് ഇപ്പോൾ നമ്മൾ ഇട്ട ഇമേജ് കറക്റ്റാണോ? അല്ല, സൈസ് മാറ്റമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഇമേജ് ഏകദേശം കറക്റ്റാണ്. ഇനി ഏകദേശം കറക്റ്റ് അല്ല, അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ ഇതെന്താവുന്നില്ല, ഇതിന് കറക്റ്റ് ആവുന്നില്ല. ഏത് ഈ ഒരു ഫ്രെയിമിന് എന്താവുന്നില്ല, കറക്റ്റ് ആവുന്നില്ല. അത് ആ ഫ്രെയിമിലേറെ വലുതാണ് ഇത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. നമ്മൾ എന്ത് ചെയ്യാം? ഫ്രെയിം ഇട്ട് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഫ്രെയിം ഇട്ട് ചെയ്താൽ മതി. അവസാനം ആ ഫ്രെയിമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇമേജ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോൾ വേണമെങ്കിലും ആ ഫ്രെയിം നമുക്ക് മാറ്റിയിട്ട് അവിടെ വേറെ ഇമേജ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ക്ലൈൻറ്റ് ആ ഇമേജ് വേണ്ട, വേറെ ഇമേജ് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വേറെ ഇമേജ് പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത് എന്താ? ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രെയിം എന്ത് ചെയ്താൽ മതി? ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി അതിന് താഴേക്ക്, ആ ഫ്രെയിമിന് താഴേക്ക് ഒരു വൈറ്റ് ബോക്സും ഉണ്ട്. ഇത്ര വലുപ്പമല്ല ബോക്സ്, ചെറിയ ബോക്സാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രെയിമിനുള്ളിൽ ഈ ഫ്രെയിമും ബോക്സും ആദ്യം നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അടിച്ച് ഗ്രൂപ്പ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രെയിമിനുള്ളിലേക്ക് എന്ത് ചെയ്താൽ മതി? ഇമേജ് ഇട്ടാൽ മതി. നമ്മളിവിടെ കണ്ട ആക്ച്വലി ഈ ഇമേജിൽ ഉള്ളതിന് ഫർണിച്ചർ എന്നല്ല പറയാം, അതിന് കുഷൻ എന്നാണ് പറയാം. അത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിവിടെ ഫർണിച്ചർ സെർച്ച് ചെയ്ത് നോക്കും. നമുക്ക് തീർക്കാം. ഓക്കെ, അതിലേറെ ഒന്നും കൂടി ബെസ്റ്റ്, ഒന്നും കൂടെ കളർഫുൾ ആയിട്ടുള്ള
ഇതിൻ്റെ ഇവിടെ എല്ലാം വൈറ്റ് ആണ് കണ്ടോ, ഇവിടെ എല്ലാം വൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തോ മാതിരി മിസ്സിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ ഇമേജ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് നമ്മൾ ആദ്യം തന്നെ മാറ്റണമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഇല്ലാത്തൊരു സാധനം ഇടാം. ഇതിനും ബാക്ക്ഗ്രൗണ്ടിന് ഒരു വൈറ്റ് ടച്ച് വരുന്നുണ്ട്. നമുക്ക് വൈറ്റ് ടച്ച് ഇല്ലാതെ ബെസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഇതിടാം. ഓക്കെ, ഇനി എന്താ ആഡ് ചെയ്യാനുള്ളത്? ഇനി 2 ബബിൾ ഉണ്ട്. ബബിളിന് എന്തുണ്ട്, ചെറിയൊരു ഗ്രേഡിയൻ്റ് ഉണ്ട്. ഓക്കെ, വൈറ്റിലാണ് ഗ്രേഡിയൻ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ബബിളിൻ്റെ ഈ സാധനം, ഈ സർക്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഞങ്ങളിവിടെ ടൈറ്റിൽ കൊടുക്കണം കേട്ടോ. ടൈറ്റിൽ എപ്പോഴും കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സിലൊന്നും ഞാൻ ഇവിടെ ടൈറ്റിൽ കൊടുത്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് എടുത്തു തരാനല്ലേ. എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും ആളുടെ ക്ലയൻറ്റിൻ്റെ പേര് ബ്രാക്കറ്റിൽ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് 2 സർക്കിൾ വേണം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഒന്ന് ഇവിടെയും കൊണ്ടുവയ്ക്കാം. മേലുള്ളതിൻ്റെ സർക്കിളിന് താഴെയുള്ളതിൻ്റെ അത്ര എന്തില്ല, വലുപ്പമല്ല. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് A4 സൈസിലും നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനെടുത്ത സൈസ് വേറെ സൈസുമാണ്. ഓക്കെ, അതാണ് എന്ത് കറക്റ്റായിട്ട് ശരിക്കും ഇവനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, പ്രോബ്ലം അല്ല. പിന്നെ മേലേക്ക് വെച്ചാൽ ഇവൻ ഫ്രെയിമിൽ നിന്ന് ഔട്ടാവും. ചെറുതാക്കിയിട്ട് മേലേക്ക് വെക്കാം. ഇനി കളറിൽ പോയിട്ട് ആഡ് കളറിൽ പോയിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊന്നും കൂടി ഡാർക്കാണ് ആക്ച്വലി. ഇപ്പം എന്ത് ചെയ്യണം, ഒന്നും കൂടെ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്തിട്ടും അതിനെന്തില്ല, ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അവൻ്റെ കളർ പോയിട്ട് ഒന്ന് ഡാർക്ക് ആക്കണം. ഓക്കെ, ഡാർക്ക് ആയിട്ടുണ്ട്. ഇനി ഈ കളറും പോയിട്ട് എടുത്ത് വെച്ച കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ടെക്സ്ചർ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതെല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ 3 ഇമേജും കൂടി ആഡ് ചെയ്യണം ഫേർണിച്ചറിൻ്റെ. സെയിം ഇവിടെ വരാം, ഫേർണിച്ചറും സെർച്ച് ചെയ്യാം. നമുക്ക് സോഫ സെർച്ച് ചെയ്ത് നോക്കാം. സോഫ, ഇഷ്ടംപോലെ സോഫാസ് ഉണ്ട്. അതിൽ ഫിറ്റല്ല, അതിലെടുത്ത് കാണിക്കണം. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് താഴേന്ന് തുടങ്ങാല്ലേ. താഴേന്ന് ഓരോന്ന് ആഡ് ചെയ്ത് വരാം. ഓക്കെ, താഴെ ടൈറ്റിൽ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിലിന് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ലിസ്റ്റ് കിട്ടിയില്ലായിരുന്നു എന്തൊക്കെ കൊടുക്കണമെന്ന്. ഇതാ അവിടെ സബ്സെക്ഷൻ പ്രൊഡക്റ്റ് നെയിമിന് മീഡിയം വെയിറ്റ്. സാരിഫ് തന്നെയാണ് നമ്മൾ മീഡിയം വെയിറ്റിൽ ഇട്ടുകൊണ്ട് ചെയ്യുന്നത്.
നമ്മളൊരു സൈസ് നമുക്ക് എന്തെങ്കിലുള്ള മാതിരി കൊടുക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈപ്പോഗ്രാഫി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 സ്ഥലത്തേക്കും കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. സാൻസ് സാരിഫ് ഇവിടെ സാൻസ് സാരിഫ് ഇവിടെ ഉണ്ട്. ഇതിൽ ക്യാൻവ സാൻസ് ആണ് ഇതിൽ ഉള്ളത്. സാൻസ് സാരിഫ് ഇവിടെ ഉണ്ട്. ഒരു മീഡിയം കളർ മാറ്റിയിട്ട് വൈറ്റ് ആക്കുക. പക്ഷെ അതിലേറെ ഒന്നുകൂടി ബെറ്റർ നമുക്ക് അതിൽ കാണിച്ച പോലെ സാൻസ് സാരിഫ് എന്ന് പറഞ്ഞ ഒരു ഫോണ്ട് ഇതിലില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതി, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് ഈ സാൻസ് സാരിഫും ക്യാൻവാസ് സാൻസും ഏകദേശം സെയിം സാധനം തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ ക്യാൻവാസ് സാസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ യുവർ ടൈറ്റിൽ തന്നെ കൊടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ എത്ര ലൈനിലായിട്ടാണുള്ളത്? 3 ലൈനിലായിട്ടാണ് ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. കളർ മാറ്റിയിട്ട് വൈറ്റ് ആക്കാം. ഡിസ്ക്രിപ്ഷന് ഏതാണ്, ഫോണ്ട് ഏതാണ്? ഡിസ്ക്രിപ്ഷന് ലൈറ്റ് സാൻസ് സാരിഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവൻ്റെ ലൈറ്റ് എടുക്കാം. റെഗുലർ ആണ് ഇവിടെ ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഗുലറിൽ തന്നെയാണ് കിടക്കുന്നത്. ഇത് കുറച്ചും കൂടി ഇവിടെ 14 അല്ല മിനിമം അവിടെ കൊടുത്ത സൈസ്. നമ്മൾ മിനിമം 14, മാക്സിമം 18 ആണ് കൊടുത്തത്. അപ്പം നമ്മൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ എത്രയാണ്? ഇവിടെ ഡിസ്ക്രിപ്ഷൻ 12ഉം പ്രൊഡക്റ്റ് നെയിം 14, ഡിസ്ക്രിപ്ഷൻ 12. ഇത് മിനിമം ആട്ടോ, മാക്സിമം അവിടെ കൊടുത്തിട്ടുണ്ട് എത്ര വരെ പോകുന്നുള്ളത്. 12 ചെയ്താൽ ഇവിടെ കണ്ടന്റ് ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ 12 ചെയ്താൽ എന്താവും, ഒരുപാട് കൂടും. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോണ്, കണ്ടന്റ് കുറച്ചുകൂടെ കുറക്കാൻ പോകും. കണ്ടന്റ് ഈ കണ്ടന്റ് ഉണ്ടല്ലോ, ഇതൊന്നും അവർ തരൂല കേട്ടോ. നമ്മുടെ ക്ലയന്റ് നമുക്ക് തരൂല ഏത് കണ്ടന്റാന്നുള്ളതൊന്നും. ഓക്കെ, ക്ലയന്റ് നമുക്ക് കണ്ടന്റൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ ക്രിയേറ്റിവിറ്റിയിലനുസരിച്ച് തരണം. കണ്ടന്റ് തരുന്ന ക്ലയൻസ് ഉണ്ട്, തരാത്ത ക്ലയൻസും ഉണ്ട്. ഇപ്പോൾ ക്ലയന്റ് നിങ്ങൾക്ക് ഇതിന് ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുക്കേണ്ടതെന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഇടാതെ ചെയ്യരുത്. ചെയ്യണോണ്ട് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ചില ഡിസൈന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഡിസൈൻ ഒരു വൃത്തി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചാറ്റ് GPT നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓക്കെ ഇവിടെ 12 കൊടുത്തിട്ട് 12 ഓവർ സൈസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോണേ, 11 കൊടുക്കുകയാണ്. ഓക്കെ, 11 സൈസ് ഇട്ടിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ളത് അതിൻ്റെ പ്രൈസിങ് ആണ്. കൂടെ പൊക്കി വെക്കാം. ഇനി അതിൻ്റെ പ്രൈസിങ് ആണ്. പ്രൈസിങ്ങിന് ഏതാ പറഞ്ഞിട്ടുള്ളത്? ഇത് കോമൺ ആയിട്ടുള്ളതാട്ടോ. അതായത് ജസ്റ്റ് നമുക്കൊന്ന് തന്നതാണ് എന്താണ് സൈസ്, ഫോണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതാണ്. ഈ സാൻസ് സാരിഫ് എന്നുണ്ടല്ലോ, അത് ബേസിക് ഫോണ്ടാണ്. സാൻസ് സാരിഫ്, ഏരിയൽ എന്നൊക്കെ പറയുന്നത് ബേസിക് ഫോണ്ടാണ്. ഓക്കെ, ഈ സോറി ജസ്റ്റ് എ മിനിറ്റ്. ഈ സാൻസ് സാരിഫ് എന്ന് പറയുന്നതും ഏരിയൽ എന്നൊക്കെ പറയുന്നത് ബേസിക് ഫോണ്ടാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ബേസിക് ആയിട്ട്, അതായത് ഇപ്പോൾ ഏരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരിയലിൻ്റെ ബോൾഡ് ഇത്ര ആക്കുക, ഏരിയലിൻ്റെ ബോൾഡ് ടൈറ്റിലിന് യൂസ് ചെയ്യുക, ഏരിയലിൻ്റെ ലൈറ്റ്
നമ്മൾ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുക, ഏരിയലിൻ്റെ മീഡിയം പ്രൊഡക്റ്റ് നെയിമിന് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി അതുമല്ല, നമുക്കൊരു സ്പെസിഫിക് സെറ്റ് വേണം, ടൈപ്പോഗ്രാഫിക്ക് സ്പെസിഫിക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, ഡിസൈനിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ക്രിയേറ്റിവിറ്റിയാണ്. വേണ്ട ഇപ്പം എന്താ അവിടെ പ്രൈസിന് എന്താ കൊടുത്തിട്ട് സാൻസ് സാരിഫിൻ്റെ ബോൾഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, പ്രൈസിങ് എന്താ എടുത്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒന്നും കൂടെ ഇതിൻ്റെ അത് കുറക്കണം. ഇത് ഇത്ര അല്ല, അപ്പം നമുക്ക് വേറെ ഫോണ്ട് ഉപയോഗിച്ച് നോക്കാം. ലൈറ്റ് ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് ലൈറ്റിൽ 12 ഇടാം. അപ്പം ശരിയായി. ഇനി എന്ത് ചെയ്യാൻ പോണ്, ലാസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഹൈറ്റിന് നമ്മൾ കറക്റ്റാക്കി വെക്കാം. ഞാനിതെല്ലാം സെലക്ട് ചെയ്തിട്ട് Ctrl+G അടിക്കാൻ പോകണം. എന്നിട്ട് ഞാൻ ഇപ്പം എന്ത് ചെയ്തു, ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതേ സെറ്റ് തന്നെ ഇവിടെ ഇട്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, പേര് മാറ്റിയാൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, പേര് മാറ്റിയാൽ മതി. ഓരോ സ്ഥലത്തും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ സൈസിലൊക്കെ അലൈൻമെൻറ്റിലും സൈസിലൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി എന്ത് ചെയ്താൽ മതി, ഇതിമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പേര് മാറ്റിയാൽ മതി. വേണ്ട ഡിസ്ക്രിപ്ഷൻ മാറ്റണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കി, അതേപോലെ തന്നെ ഒന്നും കൂടെ ഇവിടെ ഉണ്ടാക്കുക, പിന്നെ ഒന്നും കൂടെ ഇവിടെ ഉണ്ടാക്കുക, ടൈമും കുറേ ആവും. പിന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈസ് ഇതേ സൈസ് തന്നെ ആയിരിക്കണമെന്നില്ല പടി. അപ്പം എന്ത് ചെയ്യുക, ഒരെണ്ണം ഉണ്ടാക്കിയാണ്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് 3 സ്ഥലത്തും കൊണ്ടു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ അതിമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പേരും സൈസും, അതിൻ്റെ സൈസ് അല്ല അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം മാറ്റാം. അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആയി. ഇനി നമുക്കുള്ളത് ഈ വൈറ്റ് സ്പേസിലൊരു ടെക്സ്റ്റ് വരുന്നുണ്ട്. ആ ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിലാണ് ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഈ ടെക്സ്റ്റ് ആക്ച്വലി എന്തിൻ്റെ ടെക്സ്റ്റ് അറിയോ, മേലെ കൊടുത്ത ഈ ഇമേജ് ഇല്ലേ, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കുള്ളത് ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ആഡ് ചെയ്യാണ്ട്, ഒരു സർക്കിളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാണ്ട്. ഓക്കെ, ഇനി നമുക്ക് യുവർ ടൈറ്റിൽ ഇതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതേ സെയിം സാധനം തന്നെ കോപ്പി ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ട് നോക്കുക, ഒന്ന് വലുതാക്കുക. അത് ആ സാധനത്തിൻ്റെ മേലെ കൊടുത്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കണ്ടാ. അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടെക്സ്റ്റുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ പേര്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ പ്രൈസ്. ഇനി ഇവിടെ എന്താ, അതിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും കൊടുക്കുക. അതന്നെ ആവണമെന്നൊന്നുമില്ല, ഈ ഡിസൈനിൽ അങ്ങനെ വന്നു എന്നുള്ളൂ. ഓക്കെ, നമുക്ക് അവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അവിടെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ 25% ഡിസ്കൗണ്ട് ആണ്.
ഡിസ്കൗണ്ടിൻ്റെ സൈസ് പറ്റ കുറച്ചിട്ട് ഡിസ്കൗണ്ടിൻ്റെ സൈസ് ഇത്ര മതി. പിന്നെ ഈ 25%-നാണ് വലിപ്പം കൂടും വേണം, അതിൻ്റെ ഫോണ്ടും വേറെ. അതിൻ്റെ ഫോണ്ട് നമുക്ക് പറ്റിയൊരു ഫോണ്ട് ഇവിടെ കിട്ടുന്നില്ലല്ലോ. ഇവിടെ സാൻസ് സാരിഫ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്, അതാണ് നമുക്കത് കിട്ടാത്തത്. ഞാനവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതാണ് ആ ലിസ്റ്റിലുള്ള ആ ഒരു സാൻസ് സാരിഫ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത് മാത്രം അവിടെ കാണുന്നത്, ബാക്കിയുള്ളതൊന്നും അവിടെ കാണാത്തത്. നമുക്ക് ഈ ഒരു ഫോണ്ടാണ് വേണ്ടത്. ഞാൻ എന്ത് ചെയ്യാം, ഈ 25 മാത്രം എന്ത് ചെയ്യാം, നല്ലവണ്ണം വലുതാക്കിയിട്ട് എന്നിട്ട് എല്ലാത്തിൻ്റെയും കളർ പോയിട്ട് വൈറ്റ് ആക്കാം. ഓക്കെ, 25% ഡിസ്കൗണ്ടുമായി. ഇനി ഇവിടെ ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കണം. അതും സെയിം ഫോണ്ടിൻ്റെ സൈസ് തന്നെയാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ കളർ മാറ്റിയിട്ട് ഫോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ്റെ ഫോണ്ട്, അതിൽ മൾട്ടിപ്പിൾ ഫോണ്ട് ഉള്ളതുകൊണ്ടാണ് അത് കോപ്പി ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കത് കോപ്പി ചെയ്ത് തന്നെ എടുക്കാമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവർ തമ്മിലുള്ള ഹൈറ്റ് ഉണ്ടല്ലോ അത് കുറച്ച്, ലൈൻ സ്പേസിങ് അത് കുറച്ച് അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലാക്കി വെക്കുക. അപ്പോൾ ബെസ്റ്റ് സെല്ലറും കൂടെ ആയി. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അതിൻ്റെ മേലത്തെ ടെക്സ്റ്റും കാര്യങ്ങളാണ്. യുവർ പ്രൊഡക്റ്റ് നെയിം ഹിയർ, അതായത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ നെയിം ഇവിടെ കൊടുക്കണം, മെയിൻ പ്രൊഡക്റ്റിൻ്റെ നെയിം അവിടെ കൊടുക്കണം. ആക്ച്വലി ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് യുവർ പ്രൊഡക്റ്റ് നെയിം ഹിയർ എന്നാണ്. അതായത് ഒരു ലെതറിൻ്റെ ആഡാണ് തോന്നുന്നത്. അപ്പോൾ ആ ലെതർ വെച്ചിട്ടുള്ള ഓരോരോ സാധനങ്ങളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ്. അപ്പോൾ ആ ലെതറിൻ്റെ പേരായിരിക്കും നമുക്ക്, അതായത് ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം. കണ്ടോ? അപ്പോൾ ഇവിടെ ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ പേര്, രണ്ടാമത്തിൻ്റെ പേര്, മൂന്നാമത്തിൻ്റെ പേര്, നാലാമത്തിൻ്റെ പേര്, ഇവിടെ മെറ്റീരിയലിൻ്റെ പേര്, അങ്ങനെയാണ് എന്ത് കിടക്കുന്നത്, ഇതിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ കൊടുക്കാം. ടെക്സ്റ്റ് നമ്മുടെ ടൈറ്റിലിൻ്റെ ഹെഡിങ് എത്ര, അല്ല 24, ടൈറ്റിലിൻ്റെ സൈസ് 24 എന്തെന്ന് പറഞ്ഞ ബേസിക്. എന്നിട്ട് മിനിമം 24, മാക്സിമം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അതിൻ്റെ ലുക്കിന് മാറ്റമുണ്ട്. ഓക്കെ,
നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് മാച്ച് ആയിട്ടുള്ള ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി വലുതാക്കിയിട്ട് ഇവരുടെ ലൈൻ സ്പേസിങ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കുറക്കണം. അതാണ് അതവിടെ. എന്നിട്ട് ഒന്നും കൂടെ വലുതാക്കാം. അപ്പോൾ അതെന്തായി, കറക്റ്റായി. ഇനി എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് ഉണ്ട് അതിൻ്റെ താഴെ കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ആ ടെക്സ്റ്റ് തന്നെ കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഇടാൻ പോവാണ്. ഓക്കെ, ആ മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്യാവശ്യം സൈസ് കുറവാണ് അതിൻ്റെ. ഓക്കെ, അതിലുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രിഡും മാർജിനെല്ലാം ഓഫ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. നമുക്ക് ക്ലിയർ ഗ്രിഡ്, ഫയലിൽ പോയിട്ട് സെറ്റിങ്സ് പോയിട്ട് ഷോ മാർജിൻ പ്രിന്റ് എല്ലാം ഒന്ന് ഓഫ് ആക്കിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ ഫസ്റ്റ് പേജ് എന്തായിട്ടുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ?